നെക്സ്റ്റ് ഈസ് പോയിസൺ റാൻഡം വേരിയബിൾ. അപ്പം പോയിസൺ റാൻഡം വേരിയബിളിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടുന്ന ഇക്വേഷൻ ആണ് ഏത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റിംഗ് പ്രോബബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ബി എൻ പി, അത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പഠിക്കുന്നതാണ്. ബി എൻ പി can become formidable if n is very large. Okay, n large ആണ് case. However, if the probability of success p is very small, we can use another discrete random variable to approximate the probabilities, namely the Poisson random variable. അപ്പോൾ Poisson random variable എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ബൈനോമിയൽ റാൻഡം വേരിയബിളിനകത്തെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആവുന്ന കേസിൽ a discrete random variable x is said to be Poisson random variable with parameter lambda greater than 0 if p of x is equal to e raised to minus lambda lambda raised to x by x factorial. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക e raised to minus lambda into lambda raised to x by x factorial where x is equal to 0, 1, 2, etc. Then the possible values of x are the non-negative integers 0, 1, 2. We also say that x follows a Poisson distribution with the parameters lambda and write x Poisson lambda. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ എൻ പി അല്ലെങ്കിൽ പി ക്യൂ ടേംസ് ഒക്കെ വന്നത് എവിടെയായിരുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനകത്ത് ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, ലാംഡ എന്ന് പറയുന്ന വാല്യൂ അല്ലേ? അപ്പൊ ലാംഡ എന്ന് പറയുന്ന വാല്യൂ എവിടെ തന്നിട്ടുണ്ടോ അത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, പഠിച്ചോളുക. ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, then the number of hits to a website during a 1 minute interval is a Poisson random variable with the parameter lambda equal to 2.4. ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അത് ഇക്വേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. The number of hits to a website during 1 minute interval is a Poisson random variable with the parameter lambda equal to 2.4. The server hosting the page is configured to handle a maximum or 4 requests per minute. What is the probability? Okay, then if x denote the number of requests per minute, then x is the Poisson lambda, Poisson lambda തന്നിട്ടുണ്ട് which is equal to 2.4. p of x is equal to x e raised to minus lambda lambda raised to x by x factorial equal to e raised to minus 2.4 into 2.4 raised to x by x factorial where x is equal to 0, 1, 2, etc. Probability of more than 4 requests per minute is then given by 4 requests per minute. അല്ലേ, നമുക്ക് കണ്ടുപിടിക്കുന്നത് probability of handling a maximum of 4 requests per minute. അപ്പം probability of more than maximum of 4 requests per minute ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടുന്ന എക്സിന്റെ വാല്യൂ, എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് റിക്വസ്റ്റ് പെർ മിനിറ്റ് ആണ്. അപ്പം മാക്സിമം ഓഫ് 4 റിക്വസ്റ്റ് പെർ മിനിറ്റ് ആണ് വരേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് എടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ 4 എന്നാണ് വന്നേക്കുന്നത്. ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് പോവുകയാണ്, കാരണം അപ് ടു ഇൻഫിനിറ്റി ആണ്, വേറെ നമ്പർ ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ 1 മൈനസ് ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 വരെ എടുക്കുന്നു. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 4 വരെയുള്ള വാല്യൂസ് എടുക്കണം. അപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വാല്യൂ, 1 വാല്യൂ, 2, 3, 4 ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ബൈനോമിയലിനകത്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ മീൻ ആൻഡ് വേരിയൻസ് ഇവിടെയും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിനകത്ത് എക്സ്ട്രാ പറയുന്നുണ്ട് പ്രൂഫിന്റെ കാര്യം. സോ we show that the mean and variance of a Poisson distribution are the same and equal to the parameter lambda. നമ്മളത് ഓർത്തിരിക്കുക, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ Poisson distribution is always equal to lambda ആണ്. ഓക്കെ, അപ്പൊ ആ ലാംഡയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ
നോക്കുകയാണ്. ഇ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 0 to infinity എക്സ് പി ഓഫ് എക്സ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതിനകത്ത് പി ഓഫ് എക്സിന്റെ വാല്യൂ ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എക്സ് ഫാക്ടോറിയൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ് ഫാക്ടോറിയലും എക്സും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നു. ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നു. ആ ഓരോ എക്സും ക്യാൻസൽ ആയി പോകുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് എക്സ് മൈനസ് 1 അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റിയിലോട്ട് സിഗ്മയുടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം? ലാംഡ, ഈ ലാംഡയിൽ നിന്ന് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ, അപ്പം ലാംഡ നമ്മൾ റൈസ് ടു 1 വാല്യൂ കൊടുക്കുമ്പം ലാംഡ കിട്ടുന്നു. ആ ലാംഡയും ഇത് ഇ റൈസ് ടു മൈനസ് ലാംഡയെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. ദെൻ ഇൻറ്റു 1 പ്ലസ്, കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഇവിടെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആണ് അല്ലെ. അപ്പൊ അതേപോലെ ഇത് ഡിനോമിനേറ്ററിലുള്ള പോർഷൻ തന്നെയല്ലേ ഇവിടെ കിടക്കുന്ന എക്സ്. അപ്പോൾ ഈ കിടക്കുന്ന ലാംഡ ഇവിടെ കിടക്കുന്നതും തമ്മിൽ ഈക്വൽ അല്ലേ. അത് വരാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഇ റൈസ് ടു മൈനസ് ലാംഡയെ പുറത്തെടുക്കുന്നു. ദെൻ ഇവിടുന്ന് ഒരു ലാംഡയും മാറ്റുന്നു. അപ്പൊ ഇത് ലാംഡ റൈസ് ടു മൈനസ് 1 ആവും. ഇ റൈസ് ടു ഇവിടെയുള്ള ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 റൈസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടുന്നു. അവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ അല്ലേ. ഇവിടെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 ആണ്. 0 ഫാക്ടോറിയൽ ഈസ് 1 ആണ്. ലാംഡ റൈസ് ടു 0 1 ആണ്. അപ്പം 1 കിട്ടുന്നു. പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലാംഡ സ്ക്വയർ ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ ഇവിടെ ഒരു ലാംഡ വരും. പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് എന്തിനെ എടുക്കുന്നു? ഒരു ലാംഡയെ കോമൺ എടുക്കുന്നു. ലാംഡ കോമൺ എടുക്കുമ്പോൾ ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ, കാരണം ഓൾറെഡി ഇ റൈസ് ടു മൈനസ് ലാംഡ അവിടെ കിടപ്പുണ്ട്. ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റൈസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ, കാരണം ഇവിടെ ലാംഡയാണ് വന്നിരിക്കുന്നത്. സോ ഇ റൈസ് ടു ലാംഡ എന്ന് എഴുതാൻ പറ്റും. ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റൈസ് ടു ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, അപ്പം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടി ഈ ഒരു എക്സ്പ്ലനേഷൻസ് ഒന്നുകൂടെ ഞാൻ പറയാം. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് പി ഓഫ് എക്സ് ആണ്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ which is equal to sigma x is equal to 1 to infinity e raised to minus lambda into lambda raised to x by x minus 1 factorial. e raised to minus lambda യെ നമ്മൾ എടുക്കുന്നു, കാരണം x ന്റെ വാല്യൂസ് ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ e raised to minus lambda യെ പുറത്തെടുക്കുന്നു. lambda raised to x by x minus 1 factorial. x ന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, കാരണം ഇവിടെ 1 to infinity ആണ് വരുന്നത്. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലാംഡ റൈസ് ടു 1 ബൈ 1 മൈനസ് 1 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 0 അല്ല 1 ആണ്. ഓക്കെ, സോ ലാംഡ പ്ലസ് ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ, ലാംഡ സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ റൈസ് ടു 4 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ എല്ലായിടും ഒരു ലാംഡ കോമൺ ഉണ്ട്. ആ ലാംഡയെ നമ്മൾ പുറത്തെടുക്കുന്നു. അതാണ് ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇ റൈസ് ടു ലാംഡ. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ക്യാൻസൽ ആയിപ്പോവും. ദെൻ ആൻസർ ഈസ് ലാംഡ. അപ്പൊ നമുക്ക് ഇ ഓഫ് എക്സ് കിട്ടി ലാംഡ ആയിട്ട്. ഓക്കെ, ദെൻ ഇ ഓഫ് എക്സ് ലാംഡ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും മീൻ എന്ന് പറയുന്നത് ലാംഡയോട് ഈക്വൽ ആണ്. ടു ഫൈൻഡ് ഇ ഓഫ് എക്സ് സ്ക്വയർ we use a trick similar to what we used in the case of binomial distribution and calculate e of x into x minus 1 ഫസ്റ്റ് അല്ലേ. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് ആദ്യമേ? ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് വന്നിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് എന്ന് കിട്ടും. പിന്നെ വേരിയൻസിലോട്ട് മാറുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇ ഓഫ് എക്സ് കൊണ്ട് എടുക്കുകയായിരുന്നു അല്ലേ. നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു റീഅറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത്. സെയിം അതേപോലെ തന്നെയാണ് ഇവിടെ ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സിഗ്മ 0 to 1 സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0 to 1
x into x minus 1 e raised to minus lambda lambda raised to x by x factorial which is equal to ഇവിടെ എങ്ങനെയാണ് x ഫാക്ടോറിയലിനെ നമ്മൾ മാറ്റുന്നു x into x minus 1 into x minus 2 നാക്കുന്നു x minus 2 ഫാക്ടോറിയൽ നാക്കുന്നു അവിടെ നിന്ന് ഈ x into x minus 1 ഉം ഇവിടുത്തെ x into x minus 1 ഉം ക്യാൻസൽ ആയി പോയിട്ട് ഇത് x minus 2 ഫാക്ടോറിയൽ ആയിട്ട് മാറുന്നു സോ sigma x changes to x is equal to 2 to infinity e raised to minus lambda lambda raised to x by x minus 2 ഫാക്ടോറിയൽ എന്ന് കിട്ടുന്നു അപ്പോൾ ഇവിടെ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു e raised to minus lambda കോമൺ അല്ലേ അവിടെ നമ്മൾ എക്സിന് 2 ന്നും 3 ന്നും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴും ഇതിനൊരു ചേഞ്ചും ഇല്ലല്ലോ കാരണം ഇത് ലാംഡയുടെ ടേം അല്ലേ അപ്പൊ e raised to minus lambda കോമൺ എടുത്തു e raised to minus lambda into lambda raised to 2 lambda square by 2 minus 2 0 factorial എന്ന് പറയുന്നത് 1 ആണ് സോ lambda square plus lambda cube by 1 factorial plus lambda raised to 4 by 2 factorial plus etc അല്ലേ അങ്ങനെ പോകുന്നു ഇവിടെ എല്ലാത്തിൽ നിന്നും ഒരു ലാംഡ സ്ക്വയറിനെ കോമൺ എടുക്കുന്നു ഓക്കെ അപ്പൊ e raised to lambda into lambda e raised to minus lambda into lambda സ്ക്വയറിനെ കോമൺ എടുക്കുന്നു ഇത് 1 plus lambda by 1 factorial plus lambda square by 2 factorial plus etc എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ് e raised to lambda എക്സ്പാൻഷൻ ആണ് സോ e raised to minus lambda into lambda square into e raised to lambda ഇത് തമ്മിൽ പോകും ലാംഡ സ്ക്വയർ എന്ന ആൻസർ കിട്ടി അപ്പൊ e of x into x minus 1 ആണ് നമുക്ക് ലാംഡ സ്ക്വയർ എന്ന് കിട്ടിയേക്കുന്നത് ദെൻ നമുക്ക് വേണ്ടത് എന്താണ് വേരിയൻസ് ആണ് അല്ലേ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും e of x square minus x എന്ന് കിട്ടും അതെന്ന് പറയുന്നത് e of x square minus e of x എന്ന് കിട്ടും അല്ലേ e of x square minus e of x is equal to lambda square നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോ e of x square എന്തായിരിക്കും lambda square plus e of x അല്ലേ e of x നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തല്ലോ എന്താണ് e of x ലാംഡ അപ്പൊ ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടുന്നു ഇനി വേരിയൻസ് എന്താണ് വേരിയൻസ് ഈസ് ഈക്വൽ ടു e of x square minus e of x the whole square അപ്പൊ e of x square നമുക്ക് കിട്ടി ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ അല്ലേ ദെൻ e of x എന്താ കിട്ടിയേക്കുന്നത് ലാംഡയാണ് ലാംഡയുടെ സ്ക്വയർ എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ അപ്പൊ ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും ആൻസർ എന്ത് കിട്ടുന്നു ലാംഡ കിട്ടുന്നു അപ്പൊ നമുക്ക് ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷനകത്ത് മീനും ലാംഡയാണ് വേരിയൻസും ലാംഡയാണ് അതിന്റെ പ്രൂഫും നമ്മൾ നോക്കി ഇവിടെ ഒരു ചെറിയ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യം മാത്രം ഓർത്തിരിക്കേണ്ടതുള്ളൂ എന്താണ് e raised to lambdയുടെ എക്സ്പാൻഷൻ ആണ് ഈ വന്നിരിക്കുന്നത് അല്ലേ അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ബൈനോമിയൽ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് വരുന്നത് അതിന്റെ എക്സ്പാൻഷന് മാത്രം e raised to lambdയുടെ എക്സ്പാൻഷനിലോട്ട് മാറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് നമുക്ക് മീനും വേരിയൻസും ലാംഡ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അത് നമുക്ക് ഓർക്കേണ്ട കാര്യം ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ p of x എന്ന് പറയുന്നത് e raised to minus lambda into lambda raised to x by x factorial ആണ് കൂടാതെ അതിന്റെ മീനും ലാംഡ ആയിരിക്കും വേരിയൻസും ലാംഡ ആയിരിക്കും ഓക്കെ thus for a Poisson random variable lambda e of x is equal to lambda and variance of x is equal to lambda ആണ് ഓക്കെ then next is Poisson approximation to binomial ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു തിയറി പോർഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അതിനൊന്നും ഡയറക്ട്ലി പ്രോബ്ലംസ് ഒന്നും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറില്ല ഓക്കെ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ x is equal to bnp approaches that of a Poisson random variable Poisson lambda as n tends to infinity and p tends to 0 in such a way that np equal to lambda stays constant ഈ ഒരു കേസ് എങ്ങനെയാ വരുന്നതെന്നാണ് അപ്പം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് x belongs to p of np ഓക്കെ അതാണ് x is equal to b of np എന്ന് എഴുതിയിരിക്കുന്നത് അപ്രോച്ചസ് ദാറ്റ് ഓഫ് പോയിസൺ റാൻഡം വേരിയബിൾ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത് പോയിസൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ അപ്പൊ ബൈനോമിയൽ റാൻഡം വേരിയബിൾ പോയിസണിലോട്ട് പോകുമ്പോൾ പോയിസൺ എന്ന് പറയുന്നത് ലാംഡയാണ് ആസ് n tends to infinity and p tends to 0 ആണ് കേസ് വരുന്നത് in such a way that np equal to lambda അല്ലേ എന്തുകൊണ്ടാണ് ബൈനോമിയലിനകത്ത് മീൻ എന്താണ് np ആണ് പോയിസണിനകത്ത് മീൻ എന്താണ് ലാംഡയാണ് അപ്പൊ രണ്ടിന്റെയും കൂടെ മീൻ ഈക്വൽ ആക്കിയേക്കാണ് np equal to lambda ആയിട്ട് കിട്ടിയേക്കുന്നു then അതിന്റെ പ്രൂഫ്
ഓക്കെ, ഇതാണ് ആ തിയറം. അതിന്റെ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. P is equal to lambda by n. കിട്ടുമല്ലോ, NP equal to lambda ആണ്. So P equal to lambda by n. We can write the probability distribution of the binomial random variable x in the form P of x is equal to NCx, P raised to x, Q raised to n minus x. എന്താണ് Q? 1 minus P. P എന്താണ്? lambda by n. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. NCx lambda by n raised to x 1 minus lambda by n raised to n minus x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. Where x is equal to 0, 1, 2, etc. up to n. Then n into n minus 1, n minus 2, etc. n minus x plus 1 by x factorial into n raised to x, lambda raised to x. ഈ lambda raised to x by n raised to x ഉണ്ടല്ലോ, ആ n raised to x ആണ് ഇവിടെ വന്നിരിക്കുന്നത്. into 1 minus lambda by n whole raised to n minus x. ഈ NCx-നകത്ത് NCx-ന്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് n into n minus 1, n minus 2, etc. up to n minus n plus 1 divided by x factorial into n minus x factorial വരും. n minus x factorial. അവിടെ ആ n minus xും ഈ n minus xും ഒക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ബാലൻസ് x factorial മാത്രമാണ് അവിടെ കിട്ടുന്നത്. ആ എക്സ്പാൻഷൻ ഇങ്ങനായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 1 minus 1 by n. കാരണം ഈ n raised to x ഉണ്ടല്ലോ, n raised to x അത് എവിടെ നിന്നാണ് കിട്ടിയേക്കുന്നത്? ഇതിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ ഈ n raised to x-നെ ഈ n-ഉം തമ്മിൽ x ടേംസിൽ കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ x ടേംസിൽ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്നും ഇതെന്താകുന്നു? ഒരു n-നെ കോമൺ എടുക്കുന്നു. n-നെ കോമൺ എടുക്കുമ്പോൾ 1 minus 1 by n, then 1 minus 2 by n, etc. up to n minus x plus n. ഇത് n ടൈംസ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ n raised to x ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഇതിനകത്ത് n into n minus 1, n minus 2, etc. up to n minus x plus 1 എന്ന് പറയുന്ന ടേംസിനെ നമ്മൾ കോമൺ എടുക്കുമ്പോൾ അവിടെ നിന്നും 1 minus 1 by n, 1 minus 2 by n, etc. up to 1 minus x minus 1 by n മൈനസ് ഓഫ് ആണ്. സോ x minus 1 by n whole divided by x factorial എന്ന് കിട്ടുന്നു. എന്തുകൊണ്ടാണ്? ഈ n raised to x ഉം ഇവിടെ ഉണ്ടാകുന്ന n raised to x ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകും. സോ x factorial എന്ന് ഇവിടെ കിട്ടുന്നു. ഇത് lambda raised to x കിട്ടുന്നു into 1 minus lambda by n whole raised to n into 1 minus lambda by n whole raised to minus x. ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ എക്സ്പാൻഷൻ എല്ലാം 1 minus 1 by n എന്നുള്ള ഒരു ഫോംസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റി. ദെൻ n tends to infinity കൊടുക്കുന്നു ഇല്ലേ? നമ്മൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് n tends to infinity and p tends to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തോണെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടേമിനെ നമ്മൾ 1 by ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ 1 by n ഫോമിലോട്ട് അല്ലെങ്കിൽ 1 by ഇൻഫിനിറ്റി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ആ വാല്യൂ 0 ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റി അല്ലേ വരുള്ളൂ. ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് 1 by n ഫോമിലോട്ട് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? n tends to infinity എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നത്. ആ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ 1 by n എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ n raised to x നെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് തന്നെ. ഓക്കെ, then n tends to infinity കൊടുക്കുമ്പോഴത്തേക്ക് ദാ ഇത് മാറും. 0 0 എല്ലാം 0 ആയപ്പോൾ മുകളിലെല്ലാം 1 എന്ന് കിട്ടും. then 1 by x factorial lambda raised to x, then ഇതും എന്താവും? 1 minus 0. അവിടെ വാല്യൂ എങ്ങനെ വരും? 1 minus 1 by n, 1 minus 2 by n, etc. up to എന്ന് പറയുന്ന എല്ലാം എന്തായിട്ട് മാറുന്നു? 1 ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. കാരണം 1 by n ഇൻഫിനിറ്റി ആയി പോകുന്നില്ലേ? then ഈ ടേം എന്തായി മാറും? ഈ ടേം 1 by ഇത് 0 ആണ്, 1 raised to infinity ആണ്. ഇതിനെ നമുക്ക് e raised to minus lambda എന്ന് എക്സ്പാൻഷൻ മാറ്റും. ഇതെന്ന് പറയുന്നത് e raised to minus lambda ആണ് വരുന്നത്. ഇവിടെ എന്താ വരിക? n tends to infinity ആകുമ്പം ഇത് 0 ആവും. അപ്പം 1 raised to minus x എന്ത് തന്നെയായിരിക്കും? 1 raised to ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും 1 അല്ലേ ആവുള്ളൂ. സോ ഇത് 1 ആയിട്ട് കിട്ടും.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ഫോം ആണ്. 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റൈസ് ടു n വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു അല്ലെ. ഇത്രയും ടേംസ് എല്ലാം 1 ആയി. ഇതെന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ ആയി. ഇതെന്ന് പറയുന്നത് 1 ആയി അല്ലെ. അപ്പൊ ബാക്കിയെല്ലാം കൂടെ എഴുതുമ്പോൾ where to obtain the second limit we have used a well known result from the calculus. That means n tends to infinity 1 plus alpha by n whole raised to n is equal to e raised to lambda alpha. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, putting all this together limit n tends to infinity p of x is equal to e raised to minus lambda അല്ലേ. ഇവിടെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് മാത്രം ചേരുമ്പോൾ e raised to minus lambda ആയി. ഇത് ചേരുമ്പോൾ e raised to minus lambda ആയി. ഇതെന്ന് പറയുന്നത് 1 ആയി. ഇതെല്ലാം കൂടെ 1 ആയി. ബാക്കി ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കിട്ടി അല്ലേ. അതാണ് ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 etc. which shows that the probability distribution of x approaches that of a Poisson random variable with the parameter lambda as n tends to ഇൻഫിനിറ്റി അല്ലെ. നമ്മൾ ഇത് എവിടെ എന്താ എടുത്തത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂസ് ആണ് ഇട്ട് കൊടുത്തത് അല്ലെ. മീനും വേരിയൻസും വെച്ച് പിയും ക്യൂവും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അത് അപ്രോച്ച് ചെയ്തു വന്നപ്പം എന്തിൽ കിട്ടി? അറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് p ടെൻസ് ടു 0 ആ കേസിൽ എന്ത് കിട്ടി? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇതല്ലേ അപ്രോക്സിമേഷൻ, പോയിസൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, then an example, if 3% of the electric bulb produced by a company are defective, 3% of electric bulb are defective, find the probability that in a sample of 100 bulbs at most 3 are defective. At most 3 are defective. If we regard a bulb being defective as a success, ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? ഡിഫക്റ്റീവിനെ സക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നു. ആൻഡ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ് ബൈ എക്സ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബിനാണ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ എക്സ് ഇസ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ BNP വിത്ത് n ഈക്വൽ ടു 100 ആൻഡ് p ഈക്വൽ ടു 0.03. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞ 3% ഓഫ് ദി ഇലക്ട്രിക് ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ് എന്നാണ്. ദെൻ അതുകൊണ്ട് p എന്ന് പറയുന്നത് 0.03 ആയിട്ട് നമ്മൾ എടുത്തു. 3/100 0.03. then p 0.03 ആണെങ്കിൽ q നമുക്ക് കിട്ടുമല്ലോ, അവിടെ ഇരിക്കട്ടെ. then binomial random variable BNP with n equal to 100, but since n is large, n വളരെ കൂടുതലല്ലേ അല്ലേ, 100 ആണ്, and p is small, p 0.03 വളരെ കുറവാണ്, we may use the Poisson approximation with lambda equal to np which is equal to 100 into 0.03. അത് നമ്മൾക്ക് അറിയാം. നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനേക്കാളും എന്നിന്റെ വാല്യൂ വളരെ കൂടുതലും p വളരെ ചെറുതുമാകുന്ന കേസിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ഉള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ പോയിസണിലോട്ട് മാറ്റുവാണ്. ഓക്കെ, അപ്പം ലാംഡ എന്ന് പറയുന്നത് മീൻ ആണ്. ബൈനോമിയലിനകത്ത് മീൻ എന്ന് പറയുന്നത് np ആണ്. എന്നിന്റെയും പിയുടെയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ലാംഡ മീൻ. ദെൻ p of x is equal to k, x is equal to k അല്ലെങ്കിൽ p of x ന്റെ വാല്യൂ ഫോർ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ e raised to minus lambda into lambda raised to k by k factorial. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചു. k is equal to 0, 1, 2. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? at most 3 are defective. at most. okay, so p of x less than or equal to 3, less than or equal to 3 എന്ന് പറയുമ്പോഴത്തേക്ക് 0, 1, 2 and 3. ഓക്കെ, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി 0.64723. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് അതിൽ നിന്ന് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നു. ഡേറ്റാസിന് n എന്ന് പറയുന്നത് 100 ആണ്, വളരെ കൂടുതലാണ്. p എന്ന് പറയുന്നത് 0.03 ആണ്, വളരെ ചെറുതാണ്. സോ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിനകത്തെല്ലാം തരും ഏത് ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യണമെന്ന്. ഏത് ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യണമെന്ന് തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡേറ്റാസ് നോക്കിയിട്ട്. ഓക്കെ, which is the approximation probability that at most 3 bulbs are defective. The exact probability using binomial formula would require us to compute. നമുക്ക് ഇപ്പോൾ
ഇതാണ് നമ്മൾ പോയിസൺ വെച്ചിട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈനോമിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 100 അല്ലെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 100 C0 P എന്ന് പറഞ്ഞാൽ 0.03 റൈസ് ടു 0, Q 0.03 ആണെങ്കിൽ 0.95 റൈസ് ടു 100, NCX P റൈസ് ടു X, Q റൈസ് ടു n മൈനസ് X. X 0 ആവുന്ന കേസ്, 1 ആവുന്ന കേസ്, 2 ആവുന്ന കേസ്, 3 ആവുന്ന കേസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഓക്കെ, സെയിം വാല്യൂ അല്ലേ? അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ. 0.4723. നമ്മളത് 3 ഡിജിറ്റിലോ 4 ഡിജിറ്റിലോ അപ്രോക്സിമേറ്റ് ചെയ്യുവാണെങ്കിൽ സെയിം ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, then next example, there are 250 typographical errors in a book of 1000 pages. ഒരു ബുക്ക് ഉണ്ട്, അതിനകത്ത് 1000 pages ഉണ്ട്. 250 typographical error ആണ് അതിനകത്ത് കണ്ടിരിക്കുന്നത്. The number of errors per page is supposed to follow a Poisson distribution. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് Poisson distribution. What is the probability a randomly selected page will have more than 2 errors? More than 2 errors വരണം. Let x equal to the number of errors per page given that x follows a Poisson distribution, say with the parameters lambda. Then lambda is equal to E of x, which is equal to mean number of errors per page, which is equal to mean എന്താ വരിക? 250 errors ആണ്, 1000 pages ആണല്ലേ. 250 by 1000 which is equal to 0.25. ഇതാണ് നമ്മളുടെ ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദെൻ P of x is equal to x ആണ്. P of x is equal to x. ഇക്വേഷൻ എന്താണ്? e റൈസ് ടു മൈനസ് ലാംഡ, ലാംഡ റൈസ് ടു x by x ഫാക്ടോറിയൽ. അതിനകത്തോട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ the probability that a random page will have more than 2 errors. 2 errorsനെക്കാളും കൂടുതൽ വരണം. അപ്പോൾ എങ്ങനെ വരിക? more than 2 errors which is P of x greater than 2. Okay, then 1 minus greater than 2 എന്ന് പറയുമ്പോഴത്തേക്ക് 1 minus P of x less than or equal to 2 എന്ന് എടുക്കാം. കാരണം greater than 2 എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പാടില്ലേ. P of x less than or equal to 2 എന്ന് എടുക്കാം. Okay, which is equal to 1 minus P of x is equal to 0, 1, 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. സോ ലാംഡയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മീൻ ആൻഡ് വേരിയൻസ്. ഓക്കെ, സോറി, മീൻ കണ്ടുപിടിക്കുന്നു, അതാണ് ലാംഡ എന്ന് പറയുന്നത്. ആ ലാംഡയുടെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്, പ്രോബബിലിറ്റി കിട്ടി. ഓക്കെ, then next example, if x is a Poisson variable such that P of x is equal to 2 which is equal to P of x is equal to 3, find P of x is equal to 4. അപ്പോൾ നമുക്ക് ഇതൊരു പോയിസൺ വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then P of x is equal to 2 which is also equal to P of x is equal to 3 ആണ്. P of x is equal to x വരുമ്പം കേസ് എങ്ങനെയാണ് വരിക? e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു x by x ഫാക്ടോറിയൽ. അപ്പം P of x is equal to 2 വരുമ്പം e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ which is also equal to e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ക്യാൻസൽ ചെയ്യാമല്ലോ, ഇതും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ദെൻ ലാംഡ ഈക്വൽ ടു 1 ഈക്വൽ ടു ലാംഡ ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്താണ്? ഇത് 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ലാംഡ ബൈ 3 ഇൻറ്റു 2. ഈ 2 ക്യാൻസൽ ആയിപ്പോൾ ലാംഡ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് അവർ തന്നിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ലാംഡ കണ്ടുപിടിക്കാൻ കിട്ടി. ദെൻ P of x is equal to 4 കണ്ടുപിടിച്ചൂടെ? e റൈസ് ടു മൈനസ് ലാംഡ, 3യുടെ വാല്യൂ, ലാംഡയുടെ വാല്യൂ 3 മൈനസ് 3 ഇൻറ്റു 3 റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, എ കമ്പ്യൂട്ടർ ജനറേറ്റ്സ് 1000 നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് following a Poisson distribution with a mean 2.5. Poisson distribution ആണ്, mean 2.5 തന്നിട്ടുണ്ട്. How many of them would be 2, 4 and 10? Okay, let x denote any of the numbers generator. Then x follows a Poisson distribution with a parameter lambda equal to 2.5. Hence its probability mass function f of x എന്ന് പറഞ്ഞാൽ e raised to minus lambda, lambda raised to x by x factorial ആണ്. Then അതിനകത്ത് നമ്മൾ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുന്നു, x is equal to 0, 2, 4, etc. Okay, then P of x is equal to 2 ആവുന്ന കേസ് കണ്ടുപിടിക്കുന്നു. Hence the number of integers having value 2 is
എത്ര നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്? 1000 ആണ്. അപ്പൊ x 2 ആവുന്ന കേസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അതിനുശേഷം നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഹാവിംഗ് വാല്യൂ 2 വരണമെന്നുണ്ടെങ്കിൽ 1000 ഇൻറ്റു ആ പ്രോബബിലിറ്റി ചെയ്താലല്ലേ പറ്റുള്ളൂ. സോ നമുക്ക് 257 കിട്ടുന്നു. പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നു. 10 ആവുമ്പോഴും അതേപോലെ തന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ, നമ്മൾ നേരത്തെ നമ്പേഴ്സ് ചെയ്യുന്ന പോലൊക്കെ തന്നെ. നെക്സ്റ്റ് പ്രോബ്ലം. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 2% ഓഫ് ദി ബോൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. 2% ഓഫ് ബോൾസ് ആർ ഡിഫക്റ്റീവ്. The balls are supplied in boxes of 200 bolt. Okay. What is the probability that a randomly chosen box contain no more than 5 defective balls? Solution. If we denote by x the number of defective balls in a box, നമ്മൾ x നെയാണ് ഡിഫക്റ്റീവ് ബോൾട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. Since 2% of bolt produced by the company are defective, if the bolts are sampled randomly before packaging, we may expect that the probability of each bolt in the box to be defective is p equal to 2/100. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് 2% ഓഫ് ദി ബോൾട്ട് ആണ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് p എന്ന് പറയുന്നത് 2/100 which is equal to 0.02. Thus x എന്ന് പറയുന്നത് ബൈനോമിയലിലോട്ട് പോകുന്നുണ്ട്, BNP ആണ്. കാരണം ഈ p എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷനകത്ത് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? NP ആണ് അല്ലേ? ലാംഡ ഈക്വൽ ടു NP യോട് ഈക്വൽ ആണ്. n ഇവിടെ എത്രയാണ്? 200 ആണ്. ഓക്കെ, n is 200 and p is 0.05. We want to find p of x less than or equal to 5. p of x less than or equal to 5. നമ്മളോട് പറഞ്ഞേക്കുന്നത് no more than 5 defective bolt എന്നാണ്. അപ്പം x less than or equal to 5 ആണ് വരേണ്ടത്. In this case, p is very small compared with n. We may approximate the probability distribution of x as Poisson with lambda equal to np. n is 200 and p is 0.02. Therefore, 2 into 0.02 which is equal to 4. ഓക്കെ, അപ്പം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചാണ് നോക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? n എന്ന് പറയുന്നത് 200 ആണ്, വെരി ലാർജ് ആണ്. സോ p എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, 0.02 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഏത് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്നു? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് മാറ്റിയിരിക്കുന്നു. പോയിസൺ ഡിസ്ട്രിബ്യൂഷനകത്ത് ലാംഡ എന്ന് പറയുന്നത് മീനിനോട് ഈക്വൽ ആണ്. ബൈ ബൈനോമിയൽ തിയറം mean is equal to n into p. Therefore, lambda is equal to n into p ആണ്, which is equal to 2 into 0.02 ആണ്, which is equal to 4 എന്ന് കിട്ടി. ലാംഡ 4 കിട്ടിയാൽ നമുക്ക് വേണ്ടുന്ന കണ്ടീഷൻ എന്താണ്? The box contains no more than 5 defective bolt. അപ്പോൾ p of x less than or equal to 5. Less than or equal to 5 എന്ന് പറയുമ്പോഴത്തേക്ക് p of x is equal to 0, x is equal to 1, 2, 3 and 4, 3, 4 and 5. Okay. So, p of x എങ്ങനെയായിരിക്കും? e raised to minus lambda into lambda raised to x by x factorial ആണ്. ലാംഡ എന്ന് പറയുന്നത് 4 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Then at most 5 defective bolt or no more than 5 defective bolts. So p of x is less than or equal to 5. x is equal to 0, 1, 2, 3, 4, 5. ഓക്കെ, സെയിം ആ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള 0, 1, 2, 3, 4, 5ന്റെ വാല്യൂസ് എഴുതി സോൾവ് ചെയ്തു. നമുക്ക് കിട്ടി 0.785. ഓക്കെ, അപ്പം ഇതിന്റെ വാല്യൂസ് എല്ലാം നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രം പോരെ, ഇതെല്ലാം എഴുതി തന്നെ പഠിക്കണം. ഓരോ പ്രോബ്ലംസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താണോ അവിടെ വരുന്ന ഡിഫറൻസ് അതാണ് നിങ്ങൾ പോയിന്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നന്നായിട്ട് പഠിക്കണം. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ p of x is equal to e raised to minus lambda, lambda raised to x by x factorial, where x is equal to 0, 1, 2 etc. up to n. Okay.